മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മിമ്പറിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കെ സ്വഹാബിമാരോട് ഇപ്രകാരം പറഞ്ഞു: സലുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുവീൻ, അൽ അഫ്വ വൽ ആഫിയ, പാപമോചനത്തെയും അതുപോലെ തന്നെ ആരോഗ്യത്തെയും നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീൻ ഖൈറൻ മിനൽ ആഫിയ, അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും റബ്ബിനെക്കുറിച്ചുള്ള ദൃഢമായ ആ ബോധവുമൊക്കെ ഒരാൾക്ക് നൽകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരാൾക്ക് നൽകപ്പെടേണ്ടുന്ന, ലഭിക്കപ്പെടേണ്ടുന്ന ഏറ്റവും ഉത്തമമായ അനുഗ്രഹം ഖൈറ്, ആഫിയത്തുണ്ടായിരിക്കുക എന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ആഫിയത്ത് എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ നിത്യവും നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മിൽ എത്ര പേർ അത് അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് ആവോ? പ്രഭാത പ്രാർത്ഥനയിലും പ്രദോഷ പ്രാർത്ഥനയിലുമൊക്കെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലാഹുവേ, ഞാൻ നിന്നോട് അഫ്വിനെ ചോദിക്കുകയാണ്. എൻ്റെ പാപങ്ങളെല്ലാം പുറത്ത് അത് മാലോകരറിയാതെ മറച്ചു വെച്ച് എന്നോട് നീ വിട്ടുവീഴ്ച കാണിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടൊപ്പം വൽ ആഫിയ, ആഫിയത്തിനെയും നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ആഫിയത്ത് എന്ന് പറയുമ്പോൾ ശാരീരികമായ ആരോഗ്യവും അതിനേക്കാൾ ഉപരി മാനസികമായ കരുത്തും ആരോഗ്യവും തന്നെയാണ്. സലാമത്തുൽ ഖൽബി വൽ അഖ്ൽ, മനുഷ്യന്റെ ഖൽബിനും അഖ്ലിനുമൊക്കെ രോഗം ബാധിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആഫിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മനുഷ്യന്റെ ഖൽബ്, ആ ഖൽബാണ് ഏറ്റവും വിശുദ്ധമാകേണ്ടത്. അവിടെയാണ് ഈമാൻ കുടികൊള്ളുന്നത്, അവിടെയാണ് തഖ്വ കുടികൊള്ളുന്നത്, അവിടെയാണ് അല്ലാഹുവിൻ്റെ നൂറാകുന്ന ആ പ്രകാശമാകുന്ന ആ ഹിദായത്ത് കുടികൊള്ളുന്നത്. അവിടെയാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏത് കാര്യങ്ങൾക്കും ദിശാബോധം നിർണയിക്കേണ്ടുന്ന കൃത്യമായ സത്യവിശ്വാസത്തിന്റെ പാഠങ്ങൾ നിലനിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അഖ്ലും അതുപോലെ തന്നെ മനുഷ്യന്റെ ഖൽബും തന്നെയാണ് രോഗമുക്തമാകേണ്ടത് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കപ്പെടുകയാണ്, അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ ആരാണ്? നമ്മൾ ശരിക്കും ചിന്തിക്കണം, ആരാണ് ജനങ്ങളിൽ ഏറ്റവും അഫ്ളലായ മനുഷ്യൻ, ശ്രേഷ്ഠവാനായ ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി വസദൂഖിൽ ലിസാൻ. മഖ്മൂമുൽ ഖൽബായ വ്യക്തിയാണ്, ഹൃദയം നല്ല മഖ്മൂമായവനാണ്. സദൂഖിൽ ലിസാൻ, നാവിൽ എപ്പോഴും സത്യസന്ധത കളിയാടുന്ന വ്യക്തികളുമാണ് ഏറ്റവും വിശുദ്ധരായ ആളുകൾ. സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, നാവിൽ സത്യസന്ധത എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി, ഖൽബ് മഖ്മൂമാവുക എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്താണ് അവിടുന്ന് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവത് തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അതായത് ആ ഹൃദയത്തിന്റെ പ്രത്യേകത, ആ ഹൃദയത്തിൽ കൃത്യമായി തഖ്വയുണ്ട്, അത് നഖിയാണ്, നിർമ്മലമാണ്, പരിശുദ്ധമാണ്. ലാ ഇസ്മ ഫീഹി, അതിൽ പാപത്തിന്റെ കറകളില്ല. വലാ ബഗിയ, മറ്റൊരാളോട് അതിക്രമം ചെയ്തതിന്റെ അടയാളങ്ങളില്ല. വലാ ഗില്ല, ഒരാളോടും വിദ്വേഷത്തിന്റെയോ പകയുടെയോ അംശങ്ങൾ ആ ഹൃദയത്തിൽ തൊട്ട് തീണ്ടിയിട്ടില്ല. വലാ ഹസദ, അല്ലാഹു ആർക്കെങ്കിലും നിഅമത്തുകൾ തന്നേക്കാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒരാളോട് അസൂയ വെക്കുന്ന അല്പം പോലുമുള്ള ഒരു കറയും ആ ഹൃദയത്തിലില്ല. ഇങ്ങനെ തഖിയും നഖിയുമായ ഹൃദയമുള്ള വ്യക്തിയാണ്. ആ നിലക്ക് ഗില്ലും ഹസദും ഒഴിവാക്കപ്പെട്ട ഹൃദയത്തിന്റെ ആളാണ്.
ബഗയില്ലാത്ത ഇസ്മില്ലാത്ത ഹൃദയത്തിന്റെ ഉടമയാണത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിങ്ങൾ നോക്കൂ, ജീവിതത്തിൽ ഒരുപാട് നമ്മെ നോവിച്ചവരുണ്ടാകും, ഒരുപാട് പ്രയാസപ്പെടുത്തിയവരുണ്ടാകും. അവരോടൊന്നും നമുക്ക് പകയില്ല, അവരോടൊന്നും നമുക്ക് വിദ്വേഷമില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ട ദിനത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അതെടുത്തു പറയുന്നുണ്ട്. വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ, ജനകോടികൾ പരലോകത്ത് നിന്റെ കോടതിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിനത്തിൽ നീ എന്നെ അവഹേളിക്കല്ലേ, നീ എന്നെ അപമാനിക്കല്ലേ റബ്ബേ. ഇബ്രാഹിം നബിയാണ് പ്രാർത്ഥിക്കുന്നത്. ഏതാണ് ആ ദിവസം? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ അവിടെ ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ശിർക്കില്ലാത്ത, കുഫറില്ലാത്ത, അതുപോലെ തന്നെ ഹസദില്ലാത്ത ആ നിലക്കുള്ള സലീമായ ഒരു ഹൃദയവുമായി നിന്റെ മുമ്പിൽ എത്തിപ്പെടാൻ കഴിഞ്ഞവർക്കല്ലാതെ രക്ഷയില്ലാത്ത ലോകത്ത് നീ എന്നെ അപമാനിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് മനസ്സിന്റെ വിശുദ്ധിക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തേടി എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം അത്രത്തോളം ഖൽബിന്റെ സലാമത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമാ, അല്ലാഹുവേ ഞാൻ നിന്നോട് സലീമായ ഒരു ഹൃദയത്തെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്ന്. കാരണം ആ ഹൃദയം വിശുദ്ധമാകുമ്പോൾ അതിൽ നല്ല നല്ല ചിന്തകൾ തെളിയും. തെളിഞ്ഞ ബുദ്ധിയാണ് ഏറ്റവും വലിയ അഖ്ല്, നിഅമത്തുൽ അഖ്ൽ. ആ സലാമത്തുൽ അഖ്ൽ ഏറ്റവും വലിയ പ്രധാനമായ കാര്യമാണ്. ആ തെളിഞ്ഞ ബുദ്ധി കൊണ്ട് മനുഷ്യൻ റബ്ബിനെ കുറിച്ച് പഠിക്കുകയാണ്, റസൂലിനെ കുറിച്ച് പഠിക്കുകയാണ്, ഈമാനും തഖ്വയും പഠിക്കുകയാണ്, റബ്ബിന്റെ വേദഗ്രന്ഥം അവൻ പഠിക്കുകയാണ്, ചിന്തിക്കുകയാണ്, പ്രപഞ്ചത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവൻ പഠിക്കുകയാണ്, ചിന്തിക്കുകയാണ്. അങ്ങനെ റബ്ബിനെ കുറിച്ചുള്ള ഈമാനും യഖീനും ദൃഢമായി മാറണമെങ്കിൽ അവന്റെ അഖ്ല് നല്ല തെളിഞ്ഞതായിരിക്കണം. അതേ അവസരത്തിൽ ആ തെളിഞ്ഞ ബുദ്ധിയെ വിഷമയമാക്കുവാനും മലീമസമാക്കുവാനുമാണ് പിശാചിവിടെ വലകൾ വിരിച്ചിട്ടുള്ളത്. മനുഷ്യനെ അതിലേക്കാണ് പിശാച് നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ നമ്മുടെ അഖ്ലിനെ, നമ്മുടെ ബ്രെയിനിനെ അത് വല്ലാതെ തകർത്ത് കളയുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഉപകാരപ്രദമായതിലേക്കല്ലാതെ നമ്മുടെ കണ്ണയക്കരുത്, കാത് കൊടുക്കരുത്, നമ്മൾ സംസാരിക്കരുത്, നമ്മുടെ ചിന്തയിൽ ഇടമുണ്ടാകരുത്. ആ നിലക്ക് കൃത്യമായി അതിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നന്മയുടേതായ വാതായനങ്ങളിലേക്ക് അതുക്കപ്പെടുവാനായിരിക്കണം സോഷ്യൽ മീഡിയകൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. സൈബർ ലോകത്തുള്ള ചതിക്കുഴികളെ കുറിച്ച് രക്ഷിതാക്കളും മക്കളും കുടുംബത്തിലെ അംഗങ്ങളും ഒരേപോലെ ശ്രദ്ധിക്കേണ്ടുന്ന കാലഘട്ടമാണിത്. മനുഷ്യരെ ലഹരിയിലേക്ക് കൊണ്ടുപോകുന്ന അടുത്ത ദിവസമാണ് നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി 7ാം ക്ലാസ്സുകാരിയായ കാലം മുതൽ അവൾ തുടങ്ങിയതാണ് MDMA കരിയറായിക്കൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന പെൺകുട്ടി. നമ്മുടെ കേരളത്തിന്റെ ചരിത്രമാണ്, കേരളത്തിലെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. അതെ, 7ാം ക്ലാസ്സുകാരി എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പ്രായം എത്രയായിരിക്കും? അവിടം കൊണ്ട് പിടിക്കപ്പെട്ടതിന്റെ ശേഷം മീഡിയയുടെ മുമ്പിൽ ആ കുട്ടി തന്റെ കഥകൾ തുറന്നു പറയുന്നുണ്ട്. 3 വർഷത്തോളമായി അവൾ ഇതിന്റെ കരിയറാണ്. ഈ ഉമ്മത്തിലെ മെമ്പറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. നമ്മെപ്പോലെ ഉത്ബോധനങ്ങൾ കേൾക്കുന്ന, നമ്മെപ്പോലെ എല്ലാ അർത്ഥത്തിലും ബാലപാഠങ്ങൾ പോലും മദ്രസകളിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു ഉമ്മത്തിനാണ് ഈ ദുർഗതി വരുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കണം. വേട്ടയാടപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമുകളും സോഷ്യൽ മീഡിയയിലെ FBകളും വാട്സപ്പുകളും മറ്റു സംവിധാനങ്ങളുമൊക്കെ. ആ ചതിക്കുഴികളെ കുറിച്ച് നന്നായി ബോധ്യവും ബോധവും നമുക്കുണ്ടാകണം. നമ്മുടെ തെളിഞ്ഞ ബുദ്ധിയെ
നശിപ്പിക്കാനും തകർക്കാനും തന്നെയാണ് അവരൊക്കെ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സൈബർ ലോകത്തിലൂടെ തന്നെയാണ് മനുഷ്യനെ അനാവശ്യമായ എല്ലാ മേഖലകളിലേക്കും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തെളിഞ്ഞ ബുദ്ധി, നമ്മുടെ ഹൃദയത്തിന്റെ സുരക്ഷ, അതൊക്കെ നിലനിൽക്കാനാകുന്ന വിധത്തിലുള്ള കൃത്യമായ അധ്യാപനങ്ങളും പഠനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നിലനിന്നാലേ നമ്മുടെ ഹൃദയവും നമ്മുടെ ബുദ്ധിയുമൊക്കെ അനാവശ്യ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് തൃപ്തിയുള്ള വിധത്തിൽ ജീവിക്കാൻ നമുക്കാവുകയുള്ളൂ. ആ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ, പ്രവർത്തിക്കണേ എന്നാണ് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, നൽകേണ്ടുന്ന അനുഗ്രഹമാണ് ആഫിയത്ത് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ സലാമത്തുൽ ഖൽബും അഖലുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മുടെ സലാമത്തുൽ ബദൻ, നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകണം. ആരോഗ്യമുള്ളവർ ശരീരത്തിലെ ആരോഗ്യമുള്ളവർ മനസ്സുണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമ്മളൊക്കെ സദാ കേൾക്കുന്ന ചില വാചകങ്ങളാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, നമ്മോടും അവിടുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا إله إلا أنت اللهم അല്ലാഹുവേ عافني في بدني, എൻ്റെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണമേ. اللهم عافني في سمعي, എൻ്റെ കാതിന്, എൻ്റെ കേൾവി ശക്തിക്ക് നീ ആരോഗ്യം നൽകണമേ. اللهم عافني في بصري, എൻ്റെ കണ്ണിന്, എൻ്റെ കാഴ്ച ശക്തിയുടെ ആരോഗ്യം നീ നിലനിർത്തി തരേണമേ. എന്തേ നിന്നോട് മാത്രം ഇതൊക്കെ ചോദിക്കുന്നത്? ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ആരാധ്യനില്ല. ആഫിയത്ത് തരാൻ നിനക്കല്ലാതെ പറ്റില്ല. നിന്നോടല്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നിനക്കല്ലാതെ ആഫിയത്ത് തരാനാവില്ല. അത് ആവർത്തിച്ച് നമ്മെ കൊണ്ട് പഠിപ്പിക്കുകയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം, ആ ആരോഗ്യം നിലനിൽക്കണം. ആ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടരുത്. അതേ അവസരത്തിൽ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുവാനും അതിനെ ശക്തിപ്പെടുത്തുവാനും ഉതകുന്ന വ്യായാമങ്ങളും എക്സർസൈസുകളും ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട ഏതേത് മേഖലകളിലൂടെയും അവൻ തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തണം. കാരണം ശാരീരിക ആരോഗ്യമുണ്ടെങ്കിലേ ഉന്മേഷപൂർവ്വം ഇബാദത്തുകൾ എടുക്കാൻ കഴിയുകയുള്ളൂ. ഉന്മേഷപൂർവ്വം തൻ്റെ കുടുംബത്തെ പോറ്റുവാനുള്ള ഡ്യൂട്ടികളിലും അധ്വാനങ്ങളിലും തൊഴിലുകളിലും ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. ജനസേവനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. രാജ്യസേവനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഏതേത് കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങണമെങ്കിൽ ആഫിയത്തുള്ള ഒരു ബോഡി ആവശ്യമാണ്. അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാനും അവിടുന്ന് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിലൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് നിലനിന്ന് കിട്ടാൻ, അത് നിലനിർത്തി തരാൻ സർവശക്തനായ റബ്ബിനെ കൊണ്ടല്ലാതെ കഴിയില്ല. ആ ബോധത്തോടെ റഹ്മാനായ റബ്ബിലേക്ക് നിരന്തരമായി തവക്കുലാക്കി അവനിൽ സർവവും സമർപ്പിച്ച് അവനോട് ആത്മാർത്ഥമായി തേടിക്കൊണ്ട്, അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഒരിക്കലും നഷ്ടപ്പെടരുതേ എൻ്റെ ആരോഗ്യമെന്ന് ഒരു സദസ്സ് പിരിയുന്നതിൻ്റെ മുമ്പ് പോലും അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണത്. വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. അല്ലാഹുവേ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി, എൻ്റെ കേൾവി ശക്തി, എൻ്റെ ബോഡിയുടെ ആരോഗ്യം അതൊക്കെ മരിക്കുവോളം നിലനിർത്തി തരണേ. മരിച്ചാലും അതൊക്കെ അങ്ങനെ ആ നിലയ്ക്ക് നിലനിൽക്കുന്ന ആ പ്രയോഗം എന്താ പഠിപ്പിക്കുന്നതെന്നറിയോ? മരിക്കുമ്പോൾ പോലും ആരോഗ്യത്തോടെ മരിക്കാനാകണേ എന്ന് പ്രാർത്ഥിച്ച വ്യക്തിത്വമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നാം അത് ശ്രദ്ധിക്കുക. അള്ളാഹു പൊരുത്തപ്പെടുന്ന കാര്യങ്ങളിലൂടെ മാത്രം ജീവിക്കുക. റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.